ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമ്മൾ ഇന്നൊരു ഈവനിങ് സ്നാക്സ് ആണ് ഉണ്ടാക്കുന്നത്. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് പക്കാവടയാണ്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് വളരെ എളുപ്പത്തിൽ വളരെ ടേസ്റ്റി ആയിട്ടുള്ള പക്കാവട ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ആദ്യം തന്നെ ഒരു പാത്രത്തിലോട്ട് കുറച്ച് സവാള ഇതുപോലെ ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഇതുപോലെ ചെറുതായി അരിഞ്ഞതും, ഒരു പച്ചമുളക് ചെറുതായി അരിഞ്ഞതും, കുറച്ച് കറിവേപ്പിലയും ഇതുപോലെ ചെറുതായി അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതുകൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നിങ്ങളുടെ കയ്യിൽ മല്ലിയില ഉണ്ടെങ്കിൽ മല്ലിയില കൂടി ചേർത്ത് കൊടുക്കാവുന്നതാണ്. അതുപോലെ പച്ചമുളകിൻ്റെ അളവൊക്കെ നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. ഞാനിത് കുട്ടികൾക്ക് കൂടി കഴിക്കേണ്ടതായതുകൊണ്ട് തന്നെ അധികം പച്ചമുളക് ചേർത്ത് കൊടുക്കുന്നില്ല. ഇനി ഞാൻ ഇതിലേക്ക് ഏകദേശം ഒരു 3 ടേബിൾ സ്പൂൺ കടലമാവാണ് ചേർത്ത് കൊടുക്കുന്നത്. അതിനുശേഷം ഒരു 1/2 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് കുറേശ്ശെയായിട്ട് വെള്ളം ചേർത്ത് കൊടുത്ത് ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇതിലേക്ക് കുറച്ച് സാധനങ്ങൾ കൂടി ചേർത്ത് കൊടുക്കാനുണ്ട്. ഞാൻ നേരത്തെ ചേർത്ത് കൊടുക്കാൻ വിട്ടുപോയതാണ്. ഒരു 1/4 ടീസ്പൂൺ കായപ്പൊടിയും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടേബിൾ സ്പൂൺ അരിപ്പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഇത് ഉണ്ടാക്കുമ്പോൾ ഇതെല്ലാം ചേർത്ത് കൊടുത്തതിന് ശേഷം വെള്ളമൊഴിച്ച് മിക്സ് ചെയ്തെടുത്താൽ മതി. മഞ്ഞൾപ്പൊടി ഞാനൊരു കളറിന് വേണ്ടിയിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. അതുപോലെ തന്നെ അരിപ്പൊടി ഞാൻ എടുത്തിരിക്കുന്നത് ഇടിയപ്പമൊക്കെ ഉണ്ടാക്കുന്ന ആ ഒരു അരിപ്പൊടിയാണ്. ഇനി നമുക്കിത് വീണ്ടും ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അരിപ്പൊടി ആയതുകൊണ്ട് തന്നെ കൂട്ട് അത്യാവശ്യം കട്ടിയായിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് കുറച്ചുകൂടി വെള്ളം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നമ്മൾ ഉള്ളിവടിയൊക്കെ ഉണ്ടാക്കുന്നത് പോലെയല്ല, ഇത് അത്യാവശ്യം നല്ല ലൂസായിട്ടാണ് വേണ്ടത്. നമ്മൾ പഴംപൊരിയൊക്കെ ഉണ്ടാക്കുന്ന ബാറ്ററിനേക്കാളും ലൂസായിട്ടാണ് ഈ ഒരു ബാറ്റർ വേണ്ടത്. അപ്പോൾ അതാ ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം ബാറ്റർ ഇരിക്കാൻ. ഇനി നിങ്ങൾ വീണ്ടും ഒന്ന് ഉപ്പ് നോക്കണം. ഉപ്പ് കുറവുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി നമുക്കിത് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. മാറ്റി വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇത് ഉണ്ടാക്കിയെടുക്കുവാനായിട്ട് ഇതുപോലൊരു ചീനച്ചട്ടിയിൽ എണ്ണ ചൂടാകാൻ വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് എണ്ണ വേണമെങ്കിലും ഉപയോഗിക്കാവുന്നതാണ്. അതിനുശേഷം കൈ വെച്ചിട്ട് ഇതുപോലെ ചെറുതായിട്ട് നുള്ളിയിട്ട് കൊടുക്കണം. നമ്മൾ സ്പൂണ് വെച്ച് ഒഴിച്ചു കൊടുക്കുന്നതിനേക്കാളും ഇതുപോലെ കൈ വെച്ച് ചെയ്യുമ്പോഴാണ് എനിക്ക് നന്നായിട്ട് തോന്നിയത്. സ്പൂണ് വെച്ച് ചെയ്ത് കൊടുക്കുമ്പോൾ എന്തായാലും അത്യാവശ്യം വലുപ്പത്തിലാണ് മാവ് വീഴുന്നത്. അപ്പോൾ അത് അത്ര ടേസ്റ്റ് ഉണ്ടാകില്ല. ഇനി ഇതൊരു 2 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇതുപോലെ ഇടയ്ക്കൊന്ന് തിരിച്ചും മറിച്ചിട്ടിട്ടൊക്കെ ഫ്രൈ ചെയ്തെടുക്കാം. ഇതിൻ്റെ ഉള്ളൊക്കെ പെട്ടെന്ന് വെന്ത് കിട്ടും. കാരണം നമ്മളിത് ചെറുതായിട്ടാണ് ഈ മാവ് കോരി ഒഴിച്ചിട്ടുള്ളത്. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ സ്പൂൺ കൊണ്ട് കോരി ഒഴിക്കേണ്ട എന്ന് പറഞ്ഞത്. സ്പൂൺ കൊണ്ടാകുമ്പോൾ അതിൻ്റെ ഉള്ളൊക്കെ ഒരു വേവാത്തത് പോലെ ഉണ്ടാകും. അപ്പോൾ ഇത് ഏകദേശം കളറൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട്. നമ്മുടെ പക്കാവട ഏകദേശം ഫ്രൈ ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഈ ഒരു എണ്ണയിൽ നിന്നും കോരി മാറ്റാം. ഇനി നമുക്ക് ബാക്കിയുള്ള മാവ് കൂടി ഇതുപോലെ ഒന്ന് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഇത് പക്കാവട മുഴുവനായിട്ട് നമ്മൾ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. നമ്മൾ അരിപ്പൊടി ചേർത്ത് കൊടുക്കുന്നത് കൊണ്ട് തന്നെ നല്ല ക്രിസ്പിയാണ് ഈ ഒരു പക്കാവട. അപ്പോൾ നല്ല അടിപൊളി ടേസ്റ്റാണ് ഈ ഒരു രീതിയിൽ പക്കാവട ഉണ്ടാക്കിയാൽ. ഇതിപ്പോൾ ഞാൻ വെറുതെ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് കുറച്ച് കറിവേപ്പിലയും പച്ചമുളകൊക്കെ ആ ഒരു എണ്ണയെ വറുത്ത് കോരി ഇതിന് മുകളിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ ഒരു പക്കാവട ഉണ്ടാക്കി നോക്കണം. എന്നിട്ട് അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്ത് അറിയിക്കണം. വീണ്ടും പുതിയ റെസിപ്പിയുമായി അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ ബൈ.